Very good morning, all. Welcome to Costing and Management Accounting video classroom. Today, we are going to discuss timekeeping and time booking. Then, what do you mean by timekeeping? In large enterprises, there is a separate timekeeping department. It is under the control of a timekeeper. He is engaged in timekeeping. When a worker enters a factory, his attendance is recorded at the factory entrance. This process of recording the time of arrival and departure is known as timekeeping. ഇപ്പോൾ ഒരു ഫാക്ടറിയിലേക്ക് ഒരു വർക്കർ എൻ്റർ ചെയ്യുന്ന സമയം, വർക്ക് കഴിഞ്ഞ് ഫാക്ടറിയിൽ നിന്നും ലീവ് ചെയ്യുന്ന സമയം എൻ്റർ ചെയ്യുന്നതാണ് ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ടൈം കീപ്പർ ഉണ്ടായിരിക്കും ഫാക്ടറി ഗേറ്റിൽ. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് സെക്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഫാക്ടറി ഗേറ്റ് കിടക്കുമ്പോൾ തന്നെ അയാളുടെ എന്തെങ്കിലും ഒരു ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ എൻട്രൻസ് അവിടെ റെക്കോർഡ് ചെയ്യും. അതുപോലെ തന്നെ വർക്ക് കഴിഞ്ഞ് പോകുന്ന സമയവും അതും റെക്കോർഡ് ചെയ്യപ്പെടും. ഇതിനെയാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. It is the recording of the attendance time of workers for the purpose of attendance and wage calculation. It simply means timekeeping refers to recording the attendance time of workers. അപ്പോൾ അയാൾ ഫാക്ടറിയിൽ പ്രവേശിക്കുന്നു, ഫാക്ടറിയിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ഒരുപാട് മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ടൈം റെക്കോർഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, ദെൻ ഇത് വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് അറിയുന്നതിനും വേണ്ടിയിട്ട് ഈ പറയുന്ന സിസ്റ്റം യൂട്ടിലൈസ് ചെയ്യുന്നു. ദെൻ മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്. ടൈം കീപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ ഏതെല്ലാമാണ്? ദർ ആർ 2 ബ്രോഡ് മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ്. ടൈം കീപ്പിങ്ങിന് പ്രധാനമായിട്ടും 2 മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ദേ ആർ മാനുവൽ മെത്തേഡ്സ് ആൻഡ് മെക്കാനിക്കൽ മെത്തേഡ്സ്. മാനുവൽ മെത്തേഡ്സ് കൺസിസ്റ്റ് ഓഫ് അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡ് ആൻഡ് ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡ്. Then mechanical methods consist of time recording clock, dial time recorder and key recorder. Then what do you mean by manual methods? Under these methods, the attendance time of workers is recorded either by the timekeeping officer or by the employees themselves. ഇപ്പോൾ ഒന്നുകിലും ഒരു സ്പെഷ്യലൈസ്ഡ് പേഴ്സണ് ഓരോ വർക്കറും എൻ്റർ ചെയ്യുന്നതും ഡിപ്പാർച്ചർ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നു. അതർവൈസ് വരുന്ന എംപ്ലോയീസ് അവർ തന്നെ എന്ത് ചെയ്യുകയാണ്, അവരുടെ ടൈം എൻ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ഡിപ്പാർച്ചർ ചെയ്യുന്ന ടൈം റെക്കോർഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, ദ മാനുവൽ മെത്തേഡ്സ് ആർ അറ്റൻഡൻസ് രജിസ്റ്റർ മെത്തേഡ് ഓർ ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡ്. Then what is attendance register method? Under this method, an attendance register is maintained for recording the attendance time. It is usually kept at the time office or in each department where workers are working. In the register, there are 2 separate columns for in and out, corresponding the name of each employee. ഇപ്പോൾ ഇവിടെ സാധാരണ ഫാക്ടറി ഗേറ്റിലാണ് ഈ പറയുന്ന അറ്റൻഡൻസ് സിസ്റ്റം ഉണ്ടാവാറുള്ളത്. ഇനി ചില ഫോമിനകത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏരിയാസിലും ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ വർക്ക് സൈറ്റിൻ്റെ ഏരിയാസിലായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് ഓരോ എംപ്ലോയീസിൻ്റെ നെയിം അതിന് അഗെയിൻസ്റ്റ് ആയിക്കൊണ്ട് 2 കോളംസ് പ്രൊവൈഡ് ചെയ്യും. ആ 2 കോളം ഒന്ന് ഇന്നും ഒന്ന് ഔട്ടുമാണ്. ഓക്കെ, വെൻ എ വർക്കർ അറൈവ്സ് അറ്റ് എ ഗേറ്റ് or the timekeeper records the time in the in column. When he goes out after the day's work, he records the departure time in out column. Okay,
ഇതൊരു എന്താ പറയുക ഓൾഡസ്റ്റ് മെത്തേഡാണ്. ഇപ്പോൾ ഇപ്പോൾ ഈ റീസെൻറ്റ് ടൈമിൽ ഇത്തരത്തിലുള്ള സിസ്റ്റം ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും എന്താ ചെയ്യുന്നത്, പഞ്ചിങ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് മെത്തേഡ് ഡിസ്ക് ഓർ ടോക്കൺ മെത്തേഡ്. Under this method, a separate metal disc is allotted to each worker. The metal disc bears the identification number of an employee. These metal discs or token are placed on the hooks on the board kept either at the factory gate or at the department entrance. നമുക്കറിയാം എല്ലാവർക്കും ഒരു ID കാർഡ് ഉണ്ടായിരിക്കും. ആ ID കാർഡിൽ ഒരു ചിപ്പ് അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ചിപ്പ് ആ സ്കാനിൽ നമ്മൾ കാണിക്കുന്ന സമയം നമ്മുടെ ടൈം നമ്മളുടെ നെയിം ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അതുപോലെ നമ്മൾ വർക്ക് കഴിഞ്ഞ് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും നമ്മൾ ആ കാർഡ് കാണിച്ച് അത് പഞ്ച് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന സിസ്റ്റം. ദെൻ മെക്കാനിക്കൽ മെത്തേഡ്സ്. To overcome the defect of manual methods, today many organizations use mechanical methods of timekeeping. That is time recording clock method, dial time recorder and key recorder. Time recording clock. Here the time of entry and the time of departure of a worker is recorded on the worker's card with the help of time recording clock. സാധാരണ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ക്ലോക്കിൽ നോക്കിയിട്ട് ടൈം എൻ്റർ ചെയ്യുന്ന ടൈം റെക്കോർഡ് ചെയ്യുക, ഡിപ്പാർച്ചർ ചെയ്യുന്ന ടൈമും ക്ലോക്കിൽ നോക്കിക്കൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം. അപ്പോൾ നമ്മളൊക്കെ ഏതെങ്കിലും മാളിലേക്ക് ഇപ്പോൾ ഈ സ്പെഷ്യൽ കേസിലൊക്കെ ചെന്ന് കയറുന്ന ആളിൻ്റെ പേര്, അയാളുടെ എന്തെങ്കിലും ഒരു പ്രൂഫ്, ദെൻ അയാൾ എൻ്റർ ചെയ്യുന്ന ടൈം, ഓക്കെ, അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ ഡിപ്പാർച്ചർ ആവുന്ന സമയത്ത് അവിടെ റെക്കോർഡ് ചെയ്യാൻ പറയുന്നില്ല, പക്ഷെ അവിടെ എൻ്റർ ചെയ്യുന്ന സമയം എന്ത് ചെയ്യുന്നുണ്ട്, ടൈം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ചിലോ അല്ലെങ്കിൽ മൊബൈലിലോ നോക്കിയിട്ടുള്ള ടൈമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റമാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഫോമിനകത്തുള്ള ക്ലോക്കിൽ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈം റെക്കോർഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡയൽ ടൈം റെക്കോർഡർ. ദിസ് റെക്കോർഡർ ഹാസ് എ ക്ലോക്ക് ഫേസ് ദ സെവറൽ ഹോൾസ് around it. Workers are allotted to clock numbers and each hole bears the worker's number. The worker operates this machine by revolving handle around the number dial until his desired number is reached, then presses it into the hole allotted to him. His time is automatically recorded on the roll of paper with the machine against the clock number. Okay. The last one, key recorder. In this mechanism, there are several keys. Each key has a ticket number of the worker. When a worker enters the factory, he inserts the key in a particular keyhole and gives a turn. The ticket number and clock time are automatically recorded on the sheet of paper. Okay, അപ്പോൾ അതിൽ ആ മെഷീനകത്തേക്ക് നമ്മളൊരു എന്താ പറയുക ടിക്കറ്റ് നമ്മൾ എന്താ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻസേർട്ട് ചെയ്യുന്ന സമയം ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യാണ്, റെക്കോർഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട്, ടൈം ബുക്കിംഗ്. ഇൻ അഡീഷൻ ടു റെക്കോർഡിംഗ് ദ ടൈം ഓഫ് അറൈവൽ ആൻഡ് ദ ടൈം ഓഫ് ഡിപ്പാർച്ചർ, it is also necessary to record the time spent by a worker on a various jobs. ഇപ്പോൾ നമ്മൾ ടൈം കീപ്പിങ്ങിൽ കണ്ടത് എന്താണ്, ഒരു ഫാക്ടറിയിലേക്ക് ഒരു വർക്കർ എൻ്റർ ചെയ്യുന്നു, ദെൻ ഫാക്ടറിയിൽ നിന്ന് ഡിപ്പാർച്ചർ ആവുന്ന ടൈമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അയാൾ ഫാക്ടറിയിലേക്ക് വരുന്നത് എന്തിനാണ്, ഫാക്ടറിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ വർക്ക് ചെയ്യുന്ന ടൈം എത്ര സമയം വർക്കിന് വേണ്ടി ഇൻവോൾവ് ആയി, അതാണ് ടൈം ബുക്കിംഗ് നടക്കുന്നത്. ഓക്കെ, റെക്കോർഡിംഗ് ഓഫ് ടൈം സ്പെൻറ്റ് ബൈ worker on different jobs carried out by him during his period of attendance in the factory is called time booking. In simple words, time booking is concerned with recording of work time of a worker. ഒരു വർക്കറിൻ്റെ വർക്ക് ടൈം റെക്കോർഡ് ചെയ്യുന്നതാണ് ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞത്. എന്നാൽ ഒരു വർക്കറിൻ്റെ അറൈവലും ഡിപ്പാർച്ചറുമാണ്
ടൈം കീപ്പിംഗ്. ക്ലിയർ ആണല്ലോ? ടൈം കീപ്പിങ്ങും ടൈം ബുക്കിങ്ങും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണെന്ന്. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എൻട്രും ഡിപ്പാർച്ചറും റെക്കോർഡ് ചെയ്യലാണ്. എന്നാൽ ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ഓഫ് വർക്ക് ടൈം ഓഫ് എ വർക്കർ. ഒരു വർക്കർ എത്ര ടൈം വർക്ക് ചെയ്തു എന്നുള്ള റെക്കോർഡ് ചെയ്യലാണ് ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, then what are the methods of time booking? Number 1, daily time sheet. Number 2, weekly time sheet. Number 3, job card. Then daily time sheet. In a small firms, a daily time sheet is given to every worker. The daily time sheet contains the worker's name, code number, starting and closing time of each job. The worker records the time spent on every work order or job in this daily time sheet. ഒരു സ്പെഷ്യൽ പേപ്പർ കൊടുക്കുന്നു, അതിനകത്ത് അയാളുടെ നെയിം, അയാൾ എൻ്റർ ചെയ്ത സമയം, ഡിപ്പാർച്ചർ ചെയ്ത സമയം, ദെൻ അയാളുടെ വർക്ക് എത്ര ടൈം വർക്ക് ചെയ്തു എന്നുള്ളതും കൂടി അയാളുടെ കോഡ് നമ്പറോട് കൂടി എന്ത് ചെയ്യാം, എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഡെയിലി ടൈം ഷീറ്റ്. സെക്കൻഡ് വൺ, വീക്കിലി ടൈം ഷീറ്റ്. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ക്ലറിക്കൽ വർക്ക്, each worker may be given a weekly time sheet. In this sheet, the worker has to record the time spent on all jobs in a week. The only difference between daily timesheet and weekly timesheet is that in the case of weekly timesheet, he records the details of one week's works, and in case of daily timesheet, he records only a day's work. ഇപ്പോൾ ഒരു വീക്കിൽ, ഇപ്പോൾ സാധാരണ ഒരു കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൺഡേ ടു സാറ്റർഡേ എന്നുള്ള ആ ഒരു റൂളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു വീക്കിൽ ഉണ്ടായിട്ടുള്ള ടോട്ടൽ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര വർക്കാണ് അയാൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ വീക്കിലി ടൈം ഷീറ്റിൽ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യുന്നത്. ദെൻ ഡെയിലി ടൈം ഷീറ്റിൽ ഡേ ബൈ ഡേയിൽ ചെയ്യുന്നതിൻ്റെ ടോട്ടൽ വർക്ക്സ്. അപ്പോൾ ഒരു ഡേയിൽ ഒരു ജോബിലായിരിക്കും എൻഗേജ്ഡ് ആയിട്ടുണ്ടാവുക, പക്ഷേ ഒരു വീക്കിൽ ഡിഫറെൻറ്റ് ജോബിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ജോബ് ഷീറ്റിൽ ഓരോ ജോബിൻ്റെ നേച്ചറും എന്ത് ചെയ്യുന്നുണ്ട്, വീക്കിലി ടൈം ഷീറ്റിൽ റെക്കോർഡ് ചെയ്ത് പോകും. തേർഡ് വൺ, ജോബ് കാർഡ്. ദിസ് ഈസ് അനദർ മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ദ ടൈം സ്പെൻഡ് ബൈ ദ വർക്കേഴ്സ് ഓൺ ദ ജോബ്. അണ്ടർ ദിസ് മെത്തേഡ് എ സെപ്പറേറ്റ് കാർഡ് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് ജോബ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വീക്കിലി ടൈം ഷീറ്റിൽ എത്ര ജോബിൽ ഒരു വീക്കിൽ ഇൻവോൾവ് ആവുന്നുണ്ടോ അത് റെക്കോർഡ് ചെയ്ത് പോകും. എന്നാൽ ജോബ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്കിൽ, ഒരു മന്തിൽ, ഒരു ഡേയിൽ ഡിഫറെൻറ്റ് ജോബിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ജോബ് കാർഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ജോബ് കാർഡിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് സിമ്പിൾ ടു ഓപ്പറേറ്റ്, ദെൻ ഈസി ടു കാൽക്കുലേറ്റ് ലേബർ കോസ്റ്റ് ഓഫ് എ ജോബ്. അപ്പോൾ അയാൾ ചെയ്തിട്ടുള്ള ജോബിനനുസരിച്ച് കൊണ്ട് അയാളുടെ ലേബർ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ആർക്കും അണ്ടർസ്റ്റുഡ് ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യുന്ന ആൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദെൻ വേജ് പേയ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് പറ്റും. അതുപോലെ അതിൻ്റെ വേജ് പേയ്മെൻറ്റ് ഡിക്ലെയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇറ്റ് റെഡ്യൂസസ് ദ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ക്ലറിക്കൽ വർക്ക്. പിന്നെ ഒരു അഡീഷണൽ ക്ലർക്കിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ആ ഒരു വർക്ക് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം ഇതിനകത്ത് ഉണ്ടാവാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ജോബ് കാർഡ് എന്ന് പറയുന്ന സിസ്റ്റം. ഇനി നെക്സ്റ്റ് ടേം എക്സാമിന് ചോദിക്കാറുണ്ട്, കാഷ്വൽ വർക്കേഴ്സ് ആരാണ്, അതുപോലെ ഔട്ട് വർക്കേഴ്സ് ആരാണ്. കാഷ്വൽ വർക്കേഴ്സും ഔട്ട് വർക്കേഴ്സും അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഏരിയയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാഷ്വൽ വർക്കേഴ്സ് ആർ ദോസ് വർക്കേഴ്സ് ഹു ആർ അപ്പോയിൻറ്റഡ് ഓൺ എ ടെമ്പററി ബേസിസ് ഫോർ ഷോർട്ട് പീരിയഡ്. They are employed to meet extra workload, to meet seasonal demand, and to substitute an absentee worker. ഓക്കെ, അതാണ് കാഷ്വൽ വർക്കർ എന്ന് പറഞ്ഞാൽ. ഒരു ടെമ്പററി കേസിൽ താൽക്കാലികമായിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ആക്സിഡൻ്റലി ഒരു എംപ്ലോയീൻ്റെ എന്തെങ്കിലും ഒരു അത്യാവശ്യ കേസിൽ, ഇപ്പോൾ മെറ്റേണിറ്റി ലീവിനൊക്കെ പോകുന്ന സമയത്ത് ടെമ്പററി ആയിട്ടൊരു 3 മന്തിന് ആളെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലുള്ള കേസുകളൊക്കെ വരുന്ന സമയം എന്ത് ചെയ്യുന്നു, അപ്പോൾ ഫോറിൻ കൺട്രീസിൽ വിസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ പോകാറുണ്ട്. അപ്പോൾ അവിടെ കമ്പനിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ് പോവുക. അപ്പോൾ ഒരു 1 ഇയർ
അല്ലെങ്കിൽ ഒരു 6 month എന്നുള്ള ഗ്യാപ്പിൽ താൽക്കാലികമായിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യലാണ് കാഷ്വൽ വർക്കേഴ്സ്. കാഷ്വൽ വർക്കേഴ്സ് ആർ ദോസ് വർക്കേഴ്സ് ഹു ആർ അപ്പോയിൻറ്റഡ് ഓൺ എ ടെമ്പററി ബേസിസ് ഫോർ ഷോർട്ട് പീരിയഡ്. ക്ലിയർ? ദ നെക്സ്റ്റ്, out workers. Out workers are those workers who are work outside the factory premises. They are also called field workers. Out workers may be put into two categories. Then workers who are not on the payroll and workers who are on the payrolls. ഇപ്പോൾ പേറോളിൽ എൻ്റർ ചെയ്യുന്ന ആളുകളുണ്ട്, പേറോളിൽ എൻ്റർ ചെയ്യാത്ത ആളുണ്ട്. പേറോൾ മീൻസ് വേജ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഔട്ട് വർക്കേഴ്സ് ആർ ദോസ് വർക്കേഴ്സ് ഹു വർക്ക് ഔട്ട്സൈഡ് ദ ഫാക്ടറി പ്രെമിസസ്. ദെൻ അത്തരത്തിൽ എൻ്റർ ചെയ്യാത്ത ദീസ് വർക്കേഴ്സ് ആർ നോട്ട് ഇൻ ദ ലിസ്റ്റ് ഓഫ് റെഗുലർ എംപ്ലോയ്മെൻറ്റ്. They are supplied material by the organization but use their own tools, premises, etc. Sometimes the tools and implements are supplied by the organization. Usually these workers are paid on piece rate basis. Then workers who are on the payroll. These workers are the employees of the concern. They are sent to customers' residence to perform specific sanitary work, plumbing work, etc. ഓക്കെ, ഇപ്പോൾ ഔട്ട് വർക്കേഴ്സ് എന്താണ്, അതുപോലെ കാഷ്വൽ വർക്കേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും.